ഹലോ എവരിവൺ, മറ്റൊരു വീക്ക്ലി മാർക്ക് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ ലിസ്ണിംഗ് ടു ആനന്ദ് ആൻഡ് ദിസ് സ്റ്റോക്ക് മാർക്കറ്റ് കേരള. സോ നിഫ്റ്റി നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഫോൾ നമ്മൾ ഈ ഒരു വീക്ക് കണ്ടതാണ്. അധികം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, ഒട്ടും ഒരു ലോജിക്കും ഇല്ലാതെയാണ്. മോസ്റ്റ്ലി വാറൻ്റ് ഇഷ്യൂസാണ്, ബട്ട് സ്റ്റിൽ വളരെ അൺപ്രഡിക്റ്റഡ് ആയിട്ടാണെന്ത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 200 പോയിൻറ്റ്സോളം നിഫ്റ്റി ഫോളോ ചെയ്തത് വിത്തിൻ 5 മിനിറ്റ്സ്. വിത്തിൻ എ ടൈം ഫ്രെയിം ഓഫ് 5 മിനിറ്റ്സ് നിഫ്റ്റി ഏകദേശം 200 പോയിൻറ്റോളം നിഫ്റ്റി ഫോളോ ചെയ്തു. അത് ആക്ച്വലി വളരെ വലിയ ഒരു ഫോളാണ്. ഒരുപാട് ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ അവിടെ ക്യാപിറ്റൽ അവിടെ പോയിട്ടുണ്ട്. ഇതുപോലുള്ള സ്പൈക്കുകളാണ് നോർമലി ഓപ്ഷൻ സെല്ലേഴ്സിനെ അത്യാവശ്യം ബാധിക്കുന്നത്, ഈ രീതിക്കുള്ള സ്പൈക്കുകൾ. ഓക്കെ, സോ നിഫ്റ്റി നമ്മൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഏറ്റവും ഫ്രൈഡേ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ട്രെൻഡിങ് മാർക്കറ്റ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞു. അറൗണ്ട് ഒരു 151 പോയിൻറ്റ്സ്, അതായത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് ഒരു 128 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ തന്നിട്ടാണ് മാർക്കറ്റ് അവിടുന്ന് റാലി ചെയ്തതും. അതുപോലെ തന്നെ ഏകദേശം ഒരു 300 പോയിൻറ്റോളം നിഫ്റ്റി അപ്സൈഡ് ആ ഒരു സിംഗിൾ ഡേ പോയിട്ടുണ്ട്. ഫ്രൈഡേ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബൈയിങ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ആൻഡ് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഒരു വളരെ നല്ലൊരു ട്രെൻഡ് ലൈനിൽ നിന്നാണ് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടും നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയേക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് സൈൻ. അതൊരെണ്ണം. അതുപോലെ നിഫ്റ്റിയിൽ ഈ രീതിക്കുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മൾ സപ്പോസ് ഡോ ജോൺസ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഡോ ജോൺസ് നല്ലതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോ ജോൺസിൽ ഓൾമോസ്റ്റ് ഒരു 100 EMA എന്ന് ഡോ ജോൺസ് ഇപ്പം കറൻ്റ്ലി സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ്സ്. സോ ഈ ഒരു റേഞ്ച് ഡോ ജോൺസ് അത്യാവശ്യം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിലും നല്ലതുപോലെ ബൈ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. സപ്പോസ് ഡൗൺ സൈഡ്, ഞാനത് പ്യൂർലി ടെക്നിക്കൽ സൈഡിൽ നിന്നാണ് പറയുന്നത്. ഡോ ജോൺസ് ഡൗൺ സൈഡിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോ ജോൺസിൽ ആ ഒരു സപ്പോർട്ട് പോയിന്റിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ഡയറക്റ്റ് താഴെയാണെന്ന് 200 മൂവിങ് ആവറേജും നിലവിൽ കിടക്കുന്നത്. ഓക്കെ, സോ നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ലൈൻ നിഫ്റ്റി ഇപ്പം നിലവിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഐ തിങ്ക് അറൗണ്ട് ഒരു 20,000 ആ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് പോകണം. മാർക്കറ്റ് സപ്പോസ് ഇവിടുന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ 200 EMA ആ ഒരു ടൈമിൽ ഈ ഒരു ഏരിയയിലായിരിക്കും. അവിടുന്ന് എന്തുകൊണ്ട് ഒരു സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് അപ്സൈഡ് കയറാനുള്ള പോസിബിലിറ്റി നമുക്കിപ്പം കറൻ്റ്ലി കാണാൻ കഴിയുന്നുണ്ട്. ഇത് വളരെ വലിയ ഫോളുകൾ വരികയാണെങ്കിൽ മാത്രം, ബിക്കോസ് വരുന്ന 26-ന് ഇലക്ഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ അതിൻ്റേതായ വോളറ്റാലിറ്റിയും കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ആൻഡ് നമ്മൾ നിഫ്റ്റിയുടെ ഈ ഒരു വീക്കിലത്തെ മേജർ ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെവൽസാണ്. നമ്മൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്യുക, ജസ്റ്റ് ലോയും കൂടി മാർക്ക് ചെയ്യുക. ആൻഡ് അവർലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പം നമ്മുടെ നെക്സ്റ്റ് സോണായിട്ടുള്ള ഈ ഒരു പോയിന്റ്. ഓക്കെ, നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണാണ് പ്രീവിയസ് ഡേ ഹൈ. അതുപോലെ നമ്മുടെ 22,161 179 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്. പിന്നെ ഉള്ളത് പ്രീവിയസ് ഡേ ലോ ആണ്. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ അപ്സൈഡ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സ്കാൽപ്പ് ട്രേഡ്സ് നമുക്ക് ഈ സോണുകളിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള സോൺസ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ നല്ല പ്രൈസ് ആക്ഷനൊക്കെ നമുക്ക് നിഫ്റ്റി തന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ നമുക്ക് അത്ര നല്ല പ്രൈസ് ആക്ഷൻ അല്ല. കാരണം എല്ലാ സോൺസിലും ഓൾമോസ്റ്റ് ഒരു ടച്ച് പോയിൻ്റ് ഒക്കെ ഉള്ളൂ. സോ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ കിട്ടുന്ന ലെവൽസിലേക്കാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാ സോൺസിലും ഒരു ടച്ച് പോയിൻ്റ് ഒക്കെ ഉള്ളൂ. സാധാരണ നമുക്ക് നിഫ്റ്റിയിലൊക്കെ ഓൾമോസ്റ്റ് നല്ല ഒന്നിൽ കൂടുതൽ ടച്ച് പോയിൻ്റ് കിട്ടുന്ന വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സോണുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ നിഫ്റ്റി കറൻ്റ്ലി നമുക്ക് 22,000 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വളരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പോസിബിൾ ഉള്ള ഒരു ഏരിയയാണ് 22,000, വിച്ച് ഈസ് ഓൾസോ എ റൗണ്ട് നമ്പർ. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഈ ഒരു വീക്ക് അത്യാവശ്യം ഒരു ബുള്ളിഷ് ടു സൈഡ് വേസ് മാർക്കറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് 21,780 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു ഏരിയ 21,500 ആണ്, അല്ലെങ്കിൽ 531 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് സോണായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കണക്കാക്കാൻ കഴിയുന്നത്. സോ ഈ ഒരു വീക്ക്
നമ്മുടെ ഓവറോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ടു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്ക് പോകാൻ ആണ് സാധ്യത എന്നുള്ളത് പറയാനുള്ള മെയിൻ കാരണം നമ്മുടെ ഓപ്ഷൻ ചെയിനാണ്. ഓക്കെ, സോ ഓപ്ഷൻ ചെയിനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 22,000 നല്ല രീതിക്കുള്ള പുട്ട് റൈറ്റേഴ്സ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോറി, ഇത് കറൻ്റ്ലി ഓക്കെ, അത് 22,000 നല്ല രീതിക്കുള്ള പുട്ട് റൈറ്റേഴ്സ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 22,500 ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റിനൊന്ന് ബ്രീത് ചെയ്യാനുള്ള സ്ഥലം നല്ലതുപോലെ ഉണ്ട്. ഓക്കെ, നല്ലതുപോലെ മാർക്കറ്റിന് അവിടെ ഒന്ന് ബ്രീത് ചെയ്യാൻ ഒന്ന് വോളട്ടൈൽ ആവാനുള്ള പോസിബിലിറ്റി നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് 22,000 നിന്ന് ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് നമ്മൾ ആദ്യം പറയുന്നത് പോലത്തെ ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ മാർക്കറ്റിന് ഇവിടെ ഒന്ന് ബ്രീത് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ബുള്ളിഷ് ടു സൈഡ് വേസ് മാർക്കറ്റ് ആക്ച്വലി ദിസ് വീക്ക്. ഇത് ഒരു കാരണം. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം, നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഈ ഒരു വീക്ക് എക്സ്പെക്റ്റഡ് ആണ്. നിഫ്റ്റിയിലെ മേജർ പ്ലെയേഴ്സിൻ്റെ റിസൾട്ട്, ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് ഇന്ന് 20-ാം തീയതി എന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, സാറ്റർഡേ ആണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. 20-ാം തീയതി HDFC ബാങ്ക് റിസൾട്ട് വരും. 21st Persistent Systems, 22nd റിലയൻസിൻ്റെ ഒക്കെ വരാൻ കിടപ്പുണ്ട്. 23rd ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ICICI, ടാറ്റ ഇലക്സി, മഹേന്ദ്ര മേജർ പ്ലെയേഴ്സ് ഇവരുടെയൊക്കെ റിസൾട്ടുകൾ ഈ ഒരു വീക്ക് അത്യാവശ്യം നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ റിസൾട്ടുകൾ കാരണമുണ്ടാകുന്ന വോളട്ടൈൽ മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് മണി കൺട്രോളിൽ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടുകൾ എടുക്കാമെന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണത്. ഓക്കെ, സോ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ടു സൈഡ് വേസ് മാർക്കറ്റാണ്. സഡൻ റിസൾട്ടുകൾ എന്ത് ചെയ്യാം, ഈ മൂവ്മെൻറ്റിനെ നല്ലതുപോലെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ബുള്ളിഷ് ടു സൈഡ് വേസ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. സെക്കൻഡ് പ്രിഫറൻസ് എന്താണ്, ഒരു അത്യാവശ്യം ഒരു വോളറ്റാലിറ്റിയും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഓക്കെ, സോ മാർക്കറ്റ് മൺഡേ ഐ തിങ്ക് ഒരു ബുള്ളിഷ് ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് മൺഡേ എക്സ്പെക്ട് ചെയ്ത്. ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരിക്കണം മൺഡേ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് നല്ലതുപോലെ സപ്പോർട്ട് എടുത്തു പോയിട്ടാണ് ബാങ്ക് നിഫ്റ്റി കറൻലി നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ എന്ത് പറ്റി, നിഫ്റ്റി ആണെങ്കിൽ ആ ട്രെൻഡ് ലൈൻ അവിടെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ ക്ലോസ് തന്നു. ബാങ്ക് നിഫ്റ്റി അവിടെ സപ്പോർട്ട് കയറി പോയിരിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് സൈൻ. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവർലിയിലേക്ക് പോവാം. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ വരുന്ന ഈ ഒരു ലെവൽ അറൗണ്ട് 4, നമുക്ക് അത്രയും ഇത് വേണ്ട, ഈ ഒരു ലെവൽ മതി. ഓക്കെ, അറൗണ്ട് 47,704 64 നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് സോണായിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് ഒന്ന് കാണാം. പ്രീവിയസ് ഡേ ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിൻ്റ് പ്രീവിയസ് ലൈനിന് മുമ്പത്തെ ദിവസത്തെ ഓപ്പൺ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവൽ അവിടെ കൺസിഡർ ചെയ്തത്. യെസ്, അവിടെ ഒരു ലെവൽ ആക്ച്വലി ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽ ആൻഡ് ഒരു നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 46,959 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ അതിൻ്റെ അപ്സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സോൺ 48,093 48,124 അത് മാർക്കറ്റ് അപ്സൈഡ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ വരെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കാൽപ്പ് ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യാം. അറൗണ്ട് 135 പോയിൻറ്റ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു സ്കാൽപ്പ് ട്രേഡാണത്. വളരെ ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് നടക്കാൻ പോസിബിളാണ്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നമുക്കിവിടെ നെക്സ്റ്റ് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയ ലെവൽസ് പറയുകയാണ് 48,480 255 93 124 ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണാണ് നമ്മുടെ 47,704 764 അതുപോലെ 304 370. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി കമ്പയർഡ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ വളരെ നല്ല പ്രൈസ് ആക്ഷൻ സോൺസ് ആണ് കറൻ്റ്ലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിലവിലുള്ളത്. ഓക്കെ, സോ പ്ലാൻ യുവർ ട്രേഡ്സ് വൈസ്ലി. റിസൾട്ടുകളുണ്ട്, എലക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം ഒരു വോളട്ടൈൽ വീക്ക് ആകാനാണ് അവിടെ പോസിബിലിറ്റി കൂടുതൽ, പ്രത്യേകിച്ച് ഈ ഒരു വീക്ക്. ആൻഡ് മൂവിങ് ഓൺ ടു ഇൻട്രാഡേ ട്രേഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ IOC ചൂസ് ചെയ്യാൻ കാരണം IOC ചൂസ് ചെയ്യാൻ കാരണം അത്യാവശ്യം മാർക്കറ്റ് നല്ലതുപോലെ ഡൗൺ ആയിട്ടും
നല്ലതുപോലെ, അതായത് നിഫ്റ്റീനെ ഓൾമോസ്റ്റ് IOC റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ IOC നല്ല രീതിക്കുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് നമുക്ക് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 174 വരെയൊക്കെ നമുക്ക് IOCയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് 171ഉം ഒരു സെക്കൻഡ് ടാർഗറ്റായിട്ട് 174ഉമാണ് ഞാൻ IOCയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് 167 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 171ഉം സെക്കൻഡ് ടാർഗറ്റ് 174ഉം IOCയിൽ. നെക്സ്റ്റ് ട്രേഡ് നമ്മുടെ അദാനി ഗ്രീനാണ്. അദാനി ഗ്രീനിൽ വളരെ സിമ്പിൾ പ്ലാനാണ്, ജസ്റ്റ് ഇൻട്രാഡേ പ്ലാനാണ്. മാർക്കറ്റ് ഈ ഒരു 1785 എന്ന് പറയുന്ന ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് അറൗണ്ട് 0.9% മൂവ്മെൻറ്റ് അപ്സൈഡാണ്. ഓക്കെ, ഒരു 0.9% മൂവ്മെൻറ്റ് നമുക്ക് അപ്സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ അദാനിയിൽ തന്നെ ഒരു സെക്കൻഡ് എൻട്രി ആയിട്ട് വരുന്നത്, അദാനി ഓൾമോസ്റ്റ് ഈ ഒരു സ്വിങ് ഹൈ അദാനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അത് 1818 ആ ഒരു ഏരിയ അദാനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പോട്ട് വരെ അറൗണ്ട് അത് എബവ് 1%, എബവ് ഒരു 1.4% മൂവ്മെൻറ്റ് നമുക്ക് അദാനി ഗ്രീനിൽ നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ATGL എടുക്കാൻ കാരണം ഒരു ഷോർട്ട് ട്രേഡ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ് ഞാൻ ATGL എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ATGL ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ATGL അദാനി ടോട്ടൽ ഗ്യാസ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ടാർഗറ്റ് വളരെ സിമ്പിൾ ടാർഗറ്റാണ് 898 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് അപ്പ് സൈഡ് റേഞ്ചാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതിൽ വി ക്യാൻ എക്സ്പെക്ട് അറൗണ്ട് 935. മാർക്കറ്റ് ഓവറോൾ എന്ന ചെറിയ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാണിച്ച് തരുന്നതുകൊണ്ട് നമുക്ക് അപ്സൈഡ് ടാർഗറ്റ് അദാനി ATGL വളരെയധികം പ്രിഫറബിൾ ആണ്. ഓക്കെ, അടുത്ത ഒരു ഷെയർ അദാനി എനർജി. നമ്മുടെ 3 സ്റ്റോക്കും ഈ ഒരു വീക്കിൽ അദാനിയാണ്. ബിക്കോസ് നല്ല പ്രൈസ് ആക്ഷൻ ഉണ്ട്, അദാനി നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസും കാര്യങ്ങളും അദാനിയിലുണ്ട്. നമുക്ക് സിമ്പിൾ ഷോർട്ട് സെല്ലാണ്, ഇൻട്രാഡേ ആണ്. ഈ ഒരു സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ മൂവ്മെൻറ്റ് അറൗണ്ട് ഒരു 1.7% ഡൗൺ സൈഡ്. വളരെ സിമ്പിൾ, വളരെ മിനിമൽ പ്രൈസ് ആക്ഷനിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് ഷോർട്ട് സെല്ലാണ് അദാനിയിൽ. സോ ഈ ഒരു ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് സെൽ രീതിക്ക് നമുക്ക് അദാനിയിൽ പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ സോണിൻ്റെ മുകളിൽ വെച്ചാൽ മതി. സ്റ്റോപ്പ് ലോസ് ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രീവിയസ് പുൾ ബാക്കിൻ്റെ മുകളിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അറൗണ്ട് ഒരു 1011 വരെ നമുക്ക് അവിടെ ടാർഗറ്റ് നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നോക്കുന്ന ട്രേഡ് ദാബറിൽ ഞാൻ ഒരു ബുള്ളിഷ് എൻട്രിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കൺസോൾട്ടേഷനും കാര്യങ്ങളും ഈ ഒരു ലെവലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ റിജക്ഷനും ആ ലെവലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയ അതായത് അറൗണ്ട് 509 ദാബർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം വളരെ ക്ലീൻ ആയിട്ട് 525 വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, വിച്ച് ഈസ് അറൗണ്ട് 3.20%. ഒരു പൊസിഷണൽ ട്രേഡൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാമെന്നുള്ളൂ, അല്ലെങ്കിൽ സ്പ്രെഡിലേക്കൊക്കെ പോവാം. ഓക്കെ, ദാബറിൽ സോ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാനിൽ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അറൗണ്ട് എന്ത് ചെയ്യുക, നമുക്ക് അറൗണ്ട് ഒരു 3.23% മൂവ്മെൻറ്റ് നമുക്ക് ദാബറിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ട്രേഡ് ഗെയിലാണ്. ഗെയിലിൽ വേണ്ട, നമുക്ക് ഗെയിൽ തൽക്കാലം വേണ്ട. കാരണം മാർക്കറ്റ് ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. നമുക്ക് ഗെയിലിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു സിമ്പിൾ ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗെയിൽ നമുക്ക് തൽക്കാലം നമുക്ക് ഒഴിവാക്കുന്നതാണ്. സോ ഈ വീക്കിൽ ഇൻട്രാഡേ ട്രേഡ്സിൽ നമുക്ക് IOC, അദാനി ഗ്രീൻ, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി എനർജി സൊല്യൂഷൻസ് ആൻഡ് ഫൈനലി ദാബർ, ഈ 4 സ്റ്റോക്ക് 1, 2, 3, 4, 5 സ്റ്റോക്കുകളാണ് ഞാൻ ഈ ഒരു വീക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത്യാവശ്യം വോളട്ടൈൽ വീക്കാണ് നമുക്ക് ഈ ഒരു വീക്ക്. സോ പ്ലാൻ യുവർ ട്രേഡ്സ് കെയർഫുള്ളി. നല്ലതുപോലെ ഒന്നും കൂടി പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ചെയ്യുന്ന പൊസിഷൻസ് ഒന്നും കൂടി ചവിട്ടിയിട്ട് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം പൊസിഷൻസ് ഒന്നും കൂടി കുറച്ചിട്ട് ഈ ഒരു വീക്ക് ട്രേഡ് ചെയ്യാൻ നോക്കുക. കാരണം ഭയങ്കര വോളട്ടൈൽ വീക്കാണ്. ഒരുപാട് അൺപ്രഡിക്റ്റഡ് ആൻഡ് ലോജിക് ഇല്ലാത്ത മൂവ്മെൻറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വീക്കും കൂടിയാണിത്. ഓക്കെ, സോ ദിസ് വീഡിയോ ഇസ് പ്യൂർലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആൻഡ് ദിസ് ഇസ് മീ ആനന്ദ് സൈനിങ് ഓഫ്. താങ്ക് യു.